വയനാട്ടിൽ വനം വകുപ്പ് വാച്ചർ പോളിന്റെ ഭരണത്തിൽ സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനി. വനം വകുപ്പ് കർഷക വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സർക്കാരിന്റെ കർഷകദ്രോഹ സമീപനം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗശല്യങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം സർക്കാർ നിരന്തരമായി അവഗണിക്കുകയാണ്. വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാർ കാലോചിതമായി ഭേദഗതി ചെയ്യണം. ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടാകണമെന്ന് മാർ ജോസഫ് പാമ്പ്ളാനി പറഞ്ഞു. വനം മന്ത്രിയുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണെന്ന് കരുതുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. നിരവധി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷമേ സർക്കാർ നടപടികൾ സ്വീകരിക്കൂ എന്ന നിലപാട് ഏറെ ദുഃഖകരമാണ്. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയ മലയോര കർഷകരുടെ പ്രതിഷേധം സർക്കാർ അവഗണിക്കുകയാണ്. സാധാരണ മനുഷ്യന്റെ ജീവന് സർക്കാർ നൽകുന്ന വിലയുടെ സൂചനയാണിത്. ശക്തമായ പ്രതിഷേധങ്ങൾ മലയോര കർഷകരെ സംഘടിപ്പിച്ച് നടത്തുമെന്ന് മാർ ജോസഫ് പാമ്പ്ളാനി മുന്നറിയിപ്പ് നൽകി. പുൽപ്പള്ളിയിൽ നടന്നുവരുന്ന ജനകീയ പ്രതിഷേധത്തിന് പിന്തുണയും ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ സർക്കാർ മുൻകൈയെടുത്ത് ആറളം ഫാമിൽ ആനമതിൽ നിർമ്മാണത്തിന് അനുമതി നൽകി. അതിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഈ കാര്യത്തിൽ സഭയ്ക്ക് സർക്കാരിനെ അഭിനന്ദിക്കാൻ ഒരു മടിയുമില്ല. തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യത്തിൽ മനുഷ്യജീവനുകൾ പൊലിയുന്നതാണ് ആശങ്കയ്ക്ക് ഇട നൽകുന്നത്. ആനമതിൽ നിർമ്മിച്ച് വനവും ജനവാസ മേഖലയും വേർതിരിക്കണം. മനുഷ്യമൃഗ സംഘർഷം എന്ന ഓമനപ്പേരിൽ ഈ നരഹത്യകളെ നിസാരവൽക്കരിക്കരുത്. ഇതെങ്ങനെയാണ് മനുഷ്യമൃഗ സംഘർഷമാകുന്നതെന്നും മൃഗങ്ങൾ മാത്രമാണ് ഇവിടെ സംഘർഷത്തിന് വരുന്നതെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി.